കടൽ മണൽ ഖനനത്തിനെതിരെ CPI-യുടെ നേതൃത്വത്തിൽ ജില്ലയിലെ തീരദേശത്ത് 3 കേന്ദ്രത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. അർത്തുങ്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. കടൽ മണൽ ഖനനത്തിനെതിരെ CPI നേതൃത്വത്തിൽ ജില്ലയിലെ തീരദേശത്ത് 3 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ നടത്തി. അർത്തുങ്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. ഈ പറഞ്ഞ 745 ലക്ഷം ടൺ മണൽ അവർ പറയുന്നത് നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ മണൽ എന്നതാണ്. അത് ബാഹ്യമായ പ്രകടനമാണ്. നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ മണൽ നിങ്ങൾക്ക് തന്നെ ഇതുപോലെ ഒരു പദ്ധതി കേരളത്തിൽ വന്നതാണ്. യൂണിയൻ ഗവൺമെന്റ് ചെയ്യുമ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ജിമ്മെന്നുള്ള പേരിൽ മാവേലിക്കരക്കാരൻ സുജാതൻ ബഹ്റൈൻ കേന്ദ്രമാക്കിയ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കടൽ മണൽ ഖനനത്തിന് വേണ്ടിയുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അന്ന് ഉയർന്നു വന്ന വിഷയം എന്ന് പറയുന്നത് ഖനനം ചെയ്യുന്ന മണൽ തീരത്ത് കൊണ്ടുവന്നാൽ അത് വാഷ് ചെയ്ത് നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ മണലാക്കി മാറ്റണ്ടേ. നൂറ്റാണ്ടുകളായി കടലിൽ ഉൾപ്പൊടിച്ച് കിടക്കുന്ന മണൽ കരയിൽ കൊണ്ടുവന്ന് വാഷ് ചെയ്ത് നിർമ്മാണ പ്രവർത്തനത്തിനുള്ള മണലാക്കി മാറ്റണമെങ്കിൽ അതിനുള്ള വെള്ളം അത് വിദേശത്ത് കൊണ്ടുവരാൻ പറ്റുമോ? കേരളം എന്ന് പറയുന്ന സംസ്ഥാനം പ്രത്യേകിച്ച് തീരദേശം നേരിടുന്ന അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം അതെല്ലാം നിലനിൽക്കുമ്പോൾ കേരളത്തിന്റെ ജലസമ്പത്തിന്റെ അവസ്ഥ എന്താകും? അവിടെ കൃത്യമായ നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ മണലൊന്നുമല്ല ഖനനം ചെയ്യുന്നത്, ധാതുമണല. ആ ധാതുമണൽ വലിയ വിലയാണ്. വൈദ്യുതി ഉത്പാദനവുമായി ബന്ധപ്പെട്ട് മറ്റു പല ഊർജ സ്രോതസ്സുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ പേരറ്റ് ആളുകൾ ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു സംവിധാനങ്ങളിലേക്കെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ആവശ്യമായ ധാതുക്കൾ ഉണ്ടാകണം. ലോകത്ത് വലിയ മാർക്കറ്റാണത്. അതാണ് തന്നെ പറയുന്നത് 2030 ആകുമ്പോൾ ഞങ്ങളുടെ കമ്പനി ലോകത്തെ 1-ാം നമ്പർ ഊർജ ഉത്പാദന കമ്പനിയായി മാറുന്നതാണ്. ഇതിന്റെ കൊല്ലം മേഖലയിലുള്ള ആ ധാതു മണലെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നീക്കമാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. അത് കൊല്ലത്ത് മാത്രമല്ല, കേരളത്തിലെ തീരത്ത് എല്ലായിടത്തും ഏരി കുറഞ്ഞ് കാണാൻ കഴിയും. അവിടെയാണ് കൊല്ലത്ത് തെക്ക് കൊല്ലം വടക്ക് എന്ന തരത്തിൽ 2 ബ്ലോക്കുകൾ തീരുമാനിക്കുമ്പോൾ കൊല്ലം പരപ്പ് അല്ലെങ്കിൽ കൊല്ലം ബാങ്ക് എന്നുള്ള തരത്തിൽ അറിയപ്പെടുന്ന ആ മത്സ്യ പ്രജനന കേന്ദ്രം, മത്സ്യങ്ങൾ വിളയുന്ന അത് വളരുന്ന വലിയൊരു കേന്ദ്രമാണ് കൊല്ലംപരപ്പ്. കൊല്ലംപരപ്പ് കൊല്ലം മാത്രമല്ല, അതിങ്ങോട്ട് നീങ്ങിയാണ്ട് അമ്പലപ്പുഴ വരെ വരുന്ന വർക്കല മുതൽ അമ്പലപ്പുഴ വരുന്ന മേഖല ഏറ്റവും രുചിയേറിയ മത്സ്യങ്ങളാണ്. മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്ക് അറിയാവുള്ളൂ. തീരദേശത്തു നിന്നുള്ള ആളുകൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോയാൽ ആദ്യം ആവശ്യപ്പെടുന്നത് ചോറിൻ്റെ കൂടെ മത്സ്യമാണ്. പക്ഷേ കേരളത്തിൽ അത്രയും ടേസ്റ്റായിട്ടുള്ള മത്സ്യങ്ങൾ അവിടെ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയും. അതാണ് കേരള തീരത്തിന്റെ പ്രത്യേകത. ബ്ലൂ ഇക്കണോമി നയരേഖയുടെ മറവിൽ കടൽ കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കുവാനുള്ള നീക്കമാണ് കടൽ മണൽ ഖനനത്തിന് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. നൂറ്റാണ്ടുകളായി കടലിൽ ഉപ്പ് പിടിച്ചു കിടക്കുന്ന മണൽ കരയിലെത്തിച്ച് ശുദ്ധീകരിക്കുന്നതിനുള്ള വെള്ളം കൂടി കോർപ്പറേറ്റുകൾ ഊറ്റുന്നതോടെ കേരളം മരുഭൂമിയാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. മണ്ഡലം സെക്രട്ടറി MC സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. D സുരേഷ് ബാബു, MK ഉത്തമൻ, KB ബിമൽ റോയ്, R സുഖലാൽ, S പ്രകാശൻ, AP പ്രകാശൻ, C ജയകുമാരി, ജോയ് C കമ്പക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്.